ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കി സ്പേസ് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ U20യുടെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഡീറ്റെയിൽ പെർഫോമൻസ് റിവ്യൂ, ക്യാമറ, സ്പീഡ് ടെസ്റ്റ്, ഗെയിമിംഗ് അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിവ് അവേകളിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. വിവോ U20 നമുക്ക് 4GB റാമിലും 6GB റാം വേരിയൻറ്റിലും അവൈലബിൾ ആണ്. 64GB സ്റ്റോറേജ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോണിലാണ് നിലവിൽ സെയിൽ നടക്കുന്നത്. ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ വേരിയൻസിൽ നമുക്ക് വിവോ U20 അവൈലബിൾ ആണ്. 4GB റാം വേരിയൻറ്റിന് 11,000 രൂപയും 6GB റാം വേരിയൻറ്റിന് 12,000 രൂപയിലാണ് ഇപ്പോൾ നിലവിൽ സെയിൽ നടക്കുന്നത്. നമുക്ക് അൺബോക്സിങ്ങിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇവിടെ ബോക്സ് പുറത്ത് എടുത്തിരിക്കുകയാണ്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. വിവോ U20യിൽ സ്നാപ്ഡ്രാഗൺ 675 ചിപ്സെറ്റ് ആണ് വരുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 18 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. AI ട്രിപ്പിൾ റിയർ ക്യാമറയാണ് വരുന്നത്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 4GB 64GB വേരിയൻ്റ് ആണ്. ബ്ലൂ കളറാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബോക്സ് തുറന്ന് അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പതിവ് പോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സിം ഇജക്ടർ ടൂൾ, വാറണ്ടി കാർഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതോടൊപ്പം തന്നെ ഒരു മൊബൈൽ കേസും നമുക്ക് അവൈലബിൾ ആണ്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് നമുക്ക് ബോക്സിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തെടുത്ത് നോക്കാം. നമുക്ക് ആ സ്റ്റിക്കറൊക്കെ ഒന്ന് പൊളിച്ച് കളയാം. സ്റ്റിക്കർ കളഞ്ഞാലാണ് ആ ഫോണിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ളൊരു ഡിസൈനുള്ളൊരു ഫോണാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോണിൻ്റെ താഴെ ഇയർഫോൺ ജാക്ക്, മൈക്രോ USB കേബിൾ, സ്പീക്കറൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓവറോൾ നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈൻ തന്നെയാണ് വിവോ U20യിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു ചാർജർ ബ്രിക്ക്, അതുപോലെ തന്നെ മൈക്രോ USB കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യത്തെ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് അല്പം സമയമെടുക്കുന്നുണ്ട്. വിവോ U20യിൽ ഫൺ ടച്ച് OS ആണ് വരുന്നത്. അങ്ങനെ ഫോൺ ഓണായി വന്നിരിക്കുകയാണ്. ഫോൺ കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ല സ്മൂത്ത് ആൻഡ് റെസ്പോൺസീവ് ഡിസൈനാണ് വിവോ U20യിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഫോൺ സെറ്റിങ്സിൽ മൈ ഡിവൈസ് എന്ന ഓപ്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. വിവോ U20യിൽ ഫൺ ടച്ച് OS വേർഷൻ 9.2 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ Pie, പ്രോസസ്സർ 2.0 GHz സ്നാപ്ഡ്രാഗൺ 675 ഒക്ടാ കോർ പ്രോസസ്സറാണ് വരുന്നത്. റാം 4GB, 64GB ഇൻറ്റേർണൽ. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ നവംബർ 1 ആണ് വരുന്നത്. 64GB ഇൻറ്റേർണലിൽ 52.18GB ആണ് യൂസറിന് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതൽ മെമ്മറി സ്റ്റോറേജ് ആവശ്യമുള്ളവർ സെപ്പറേറ്റ് മെമ്മറി കാർഡ് യൂസ് ചെയ്യേണ്ടി വരും. വിവോ U20യുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിംഗർ വെക്കുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷൻ ആണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ വിവോ U20യിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസ് ഡാറ്റ വളരെ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിവോ U20യിൽ നമുക്ക് ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. തീർച്ചയായും പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വിവോ U20യുടെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താരതമ്യേന ഒരു കുറഞ്ഞൊരു സാർ വാല്യൂ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 0.821 ഹെഡ് വെയ്റ്റ്, 0.549 ബോഡി വെയ്റ്റ്. വിവോ U20യിൽ ഈസി ടച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈസി ടച്ചിൻ്റെ ഐക്കണിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ റീസെൻ്റ് ആപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഡബിൾ ടാപ്പിൻ്റെ ഓപ്ഷൻ നമുക്ക് മാറ്റി വേറെ എന്തെങ്കിലും ഇടാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. ഈസി ടച്ചിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്സിൻ്റെ ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ഒരു പൊസിഷനിലേക്ക് ഈസി ടച്ചിൻ്റെ ഐക്കൺ നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്യാനായിട്ടും സാധിക്കും.
ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്. ഒരു മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പനോരമ, ലൈവ് ഫോട്ടോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പ്രോ മോഡ്, AR സ്റ്റിക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആണ്. വിവോ U20യിൽ 4K 180p 720p വീഡിയോ നമുക്ക് റിയർ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. 4K വീഡിയോ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 180p 720p വീഡിയോ ആണ് നമുക്ക് 16 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉള്ളത്. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 180p 720p 480p വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉള്ളത്. ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ നമ്മൾ വേറെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഫോണൊന്ന് റീബൂട്ട് ചെയ്ത് നോക്കാം. എന്തോരം സമയം എടുത്തിട്ടാണ് റീബൂട്ട് ചെയ്ത് വരുന്നത് നോക്കാം. വളരെ വേഗത്തിൽ തന്നെ റീബൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിവ് അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.